ഐഫോൺ കോട്ട കിട്ടാൻ വേഗം വന്നേണ്ട. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചാട്ടെ എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒന്നും ഐഫോൺ വാങ്ങാൻ. ഇത് മേഘയുടെ സ്വന്തം 70 Pro Max ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മൾ തുറന്നു കൊടുക്കണം. മാം ഇറങ്ങി വരും മാം. വരും, നമുക്ക് വീട്ടുകാർ റിയാക്ഷൻ എടുക്കാം. ലുമ നമ്മൾ പോയിട്ട് വരട്ടെ. ടാറ്റാ. നാനും നിന്റെ അമ്മയും കൂടി പോയിട്ട് വരാൻ കേട്ടു. കരയാതിരിക്കണേ. പോവാ മേഘ. കുഞ്ഞുമണിയെ കൊണ്ടുപോകുന്നില്ല കേട്ടോ, നല്ല വെയിലാ. അതുവരെ കരയാതിരിക്കണം കേട്ടോ, ഒരു 2 hours. ഓക്കെ. അതെ, ഇവിടെ നമ്മൾ വീഡിയോ കോൾ ചെയ്യാൻ പിന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം. ചേട്ടാ ചിരിച്ചേടി, നമ്മൾ പോയിട്ട് വരട്ടെ. ചിരിച്ചേ ചിരിച്ച നമ്മൾ പോയിട്ട് വരാം. ഭയങ്കര അടവാണ്, കയ്യിലെടുത്ത് കളഞ്ഞിട്ട് തിരിച്ചു വെച്ചത് കരഞ്ഞു കളഞ്ഞു. ടാറ്റാ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മേഘയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം മേഘ പുതിയ iPhone 17 Pro Max എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവളുടെ കയ്യിലുള്ളത് പഴയ ഫോൺ 14 Pro Max പർപ്പിളാണ് കേട്ടോ. അത് ഞാൻ പുതിയ ഒരു മോഡൽ ഇറങ്ങുമ്പോൾ ഞാൻ മേഘയ്ക്ക് അത് കൊടുത്തിട്ട് ഞാൻ പുതിയത് മേടിക്കും. അങ്ങനെ ഇത്ര നാൾ മേടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പുതിയത് മേടിച്ചു കൊടുക്കുകയാണെങ്കിലും ഞാനായിട്ടാണ് അവൾക്ക് മേടിച്ചു കൊടുക്കുന്നത്, ഗിഫ്റ്റൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് മേഘടുത്ത് ഭയങ്കര ഒരു പ്രൗഡ് തോന്നുന്നുണ്ട്. കാരണം ഇപ്രാവശ്യം അവൾ സ്വന്തം പൈസ കൊടുത്ത് പുതിയ ഐഫോൺ മേടിക്കാൻ വേണ്ടി പോവാണ്. മാമക്ഷരിൽ അത്യാവശ്യം കച്ചവടം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പം ചേട്ടാ ഞാൻ iPhone 17 Pro Max എടുക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ 16 Pro Max ആയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു അത് വേണമെന്ന് വെച്ചപ്പം എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടാ അത് അപ്പം ഞാൻ സംഭവം 70 Pro Max ഇപ്പോൾ എടുത്തായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു രണ്ടാഴ്ചയാവും. ഓറഞ്ച് കളറാണ്, പക്ഷെ എനിക്ക് ഓറഞ്ച് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനത് മിക്കവാറും ബ്ലൂയിലോട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇപ്രാവശ്യം എടുത്തത് 512 GB ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇരുന്ന് 256 ആണ്. അപ്പോൾ ഞാൻ മേഘടുത്ത് വെച്ച് നിനക്ക് എൻ്റെ 16 Pro Max വേണോ, അല്ലെങ്കിൽ ഞാനെങ്കിൽ നിൻ്റെ 14 കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് പൈസ കൊടുത്ത് ഞാൻ മേടിക്കാന്ന് പറഞ്ഞപ്പോൾ മേഘ പറഞ്ഞു വേണ്ട. ഞാൻ അതിങ്ങനെ വിചാരിച്ച് പിന്നെ 16 എടുത്താൽ പിന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പുതിയത് വാങ്ങൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എനിക്കൊരു അല്ല എനിക്ക് എൻ്റെ 16 മറ്റേ ഏത് കളറാണ് എൻ്റെ ഇരുന്ന ഗോൾഡ് കളറായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അങ്ങനെ ബ്ലാക്കിലോട്ടാക്കി. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ബ്ലാക്ക് ഒരു ഡാർക്ക് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് അല്ല, എൻ്റെ ആദ്യം ഇരുന്നത് ഗോൾഡ് കളർ. അതാണ് അവിടെ എല്ലാരും ചോദിച്ചു കളറാണ് ഗോൾഡ്. ഇങ്ങനെ അതുകൊണ്ട് കൊടുത്തിട്ട് ബ്ലാക്ക് മേടിച്ചു. അത് എന്താ 100% എൻ്റെ ബാറ്ററി ഹെൽത്ത് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ മേഘ എടുത്തിട്ട് മേഘ നിനക്കത് വേണോ എങ്കിൽ ഞാൻ അത് നിന്റെ 14 Pro Max കൊടുത്ത് ഞാൻ അത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മേഘ പറഞ്ഞു, കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു വേണ്ട ചേട്ടാ അത് കൊടുത്ത് മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എന്തായാലും 512 GB വേണമെന്നുള്ളതാണ്. കുറച്ച് ചോദിച്ചിട്ട് മേഘ പറഞ്ഞു ഞാൻ ചേട്ടാ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം കേട്ടോ, 70 Pro Maxിനൊക്കെ എത്രയായപ്പോൾ റേറ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴേ ചോദിച്ചത് പുതിയത് വാങ്ങാൻ പോകണല്ലേ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ സ്ഥിരം എടുക്കുന്ന വി സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുണ്ട് കുമാരപുരത്ത്. അപ്പോൾ അവരവിടെ വിളിച്ച് ചോദിച്ചു, അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടി. അപ്പോൾ മേഘയുടെ ഈ ഫോൺ കൂടി കൊടുത്ത് കുറച്ച് പൈസ കൊടുത്തിട്ട് ഫോണിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോവാണ്. മേഘ ആർ യു എക്സൈറ്റഡ്? ഓ കാരണം എനിക്ക് ബ്ലാക്ക് ഇഷ്ടമല്ല. ചേട്ടാ എപ്പോഴും ബ്ലാക്ക് ആണ്. ഇത് പർപ്പിൾ ആണല്ലേ? എൻ്റെ എല്ലാം എനിക്ക് ഡാർക്ക് കളേഴ്സ് ആണ് എൻ്റെ ഇരുന്നത്. ഒരു 13 ഒരു ചാണക പച്ച എന്നടാ ഗ്രീന്. പിന്നെ എൻ്റെ 14 ഞാൻ 14 Pro Max പർപ്പിള്, 15 മറ്റേ ടൈറ്റാനിയം ബ്ലൂ. എനിക്ക് അങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് ആണ്. പിന്നെ 16 ഗോൾഡ് ആയിരുന്നു, അത് കൊടുത്ത് ബ്ലാക്ക് ആക്കി. ഇപ്പൊ ഇത് ഓറഞ്ച് ഞാൻ നോക്കിയാ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഇരുന്ന് നോക്കിയപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കളർ. പിന്നീടാണ് ബ്ലൂ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഫോൺ എടുത്തതിന് ശേഷം ബ്ലൂ കണ്ടത്. ബ്ലൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇനിയിപ്പം അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കും. ഇന്ന് തന്നെ അവിടെ ഉണ്ടെങ്കിൽ സാധനം എടുക്കും, എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കും. നമ്മുടെ ജീവിതത്തിലെ പണ്ടൊരു ഫോൺ വാങ്ങാൻ പോലും ഞാൻ വീട്ടിൽ കാല് പിടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മൾ മേടിച്ചോണ്ടുന്നത്. ആദ്യം 11 മേടിക്കുന്നത് ഐഫോൺ. നമ്മൾ ലൈഫിൽ ചിന്തിച്ചിട്ട് കൂടിയില്ല അങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ ഇത്രയും വിലയുള്ള ഫോണൊക്കെ എടുക്കുമെന്നുള്ളത് പോലും. പക്ഷേ ലൈഫ് ചേഞ്ച് ആയപ്പോൾ നമുക്കത് വാങ്ങാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ലൈഫ് ചേഞ്ച് ആയപ്പോൾ ഇപ്പോഴുള്ള +1 +2 പഠിക്കുന്ന പിള്ളേർക്ക് വരെ കയ്യിൽ ഐഫോണായി. എനിക്കൊക്കെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഒരു മൊബൈൽ വീട്ടുകാർ വാങ്ങി തരുന്നത്. ഒരു മൊബൈൽ എനിക്ക് വന്നത് അപ്പോഴാണ്.
ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 25. 25. എനിക്ക് ഞാൻ വയസ്സിലും കണ്ടിട്ടില്ല നല്ലൊരു ഫോണ്. ഇപ്പം ഒരു വർഷം ഓരോ മോഡൽ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ കുറച്ച് പൈസ കൂടി കൊടുത്താൽ മതിയല്ലോ. വെച്ചാൽ ഞാൻ പൊന്നുമല്ലോ നോക്കും, തറയിൽ വെച്ചാൽ പേനരിക്കും, അങ്ങനെ നോക്കും. അതൊക്കെ ബിജോയ്. 12 വയസ്സിൽ ഐഫോൺ എടുത്തു. ബിജോയുടെ ഈ ബാക്ക് കേസേ തറയിട്ട് പൊട്ടിച്ചു. ഇവന്മാർക്ക് സൂക്ഷിക്കാറുണ്ടോ? നമ്മളൊക്കെ പൈസയുടെ വില അറിഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഈ സാധനം തറയിലിട്ട് പൊട്ടിച്ച്. അങ്ങനെ ഇപ്പൊ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുക. കേസ് ഇട്ടിട്ടും പൊട്ടി എന്നാണ് പുള്ളി പറയുന്നത്. എനിക്കത് വിശ്വസനീയമല്ല. ബ്രോ 14 Pro Max എക്സ്ചേഞ്ച്. ഇതാണ് ബ്ലൂ. എനിക്ക് ബ്ലൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് പ്രോയാണ്. പ്രോ മാക്സ് ഉണ്ടെങ്കിൽ എടുക്കായിരുന്നു. ഇല്ല അളിയ, നമ്മളെ വർക്കിന് ചാർജ് പ്രശ്നമാണ്. യെസ്, ഇത് പ്രോ. മേഘ വൈറ്റ് മേടിച്ച് 256. മേഘ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അറിയത്തില്ല അൺബോക്സ് അറിയത്തില്ല. കാരണം പുതിയത് മേടിച്ചിട്ടില്ല. ഐഫോണിന്റെ പുതിയത് വാങ്ങിയിട്ടില്ല. ഇങ്ങനല്ലേ? ക്ഷമിച്ചോളാം, ഈ അടുത്ത വർഷം തൊട്ട് സെറ്റ് ആവും. ഓ ഗൈസ്, വൈറ്റ് കൊള്ളാല്ലേ? സിൽവർ ലുക്കുണ്ട്. സിൽവർ. അയ്യോ ഗൈസ്, എല്ലാരും ഓറഞ്ച് എടുത്തപ്പോ മേഘ വെറൈറ്റി അടിച്ചോളാം. അതെ, എടുത്തോട്ടെ ഞാൻ. കൊള്ളാം ഗൈസ്, വൈറ്റ് കൊള്ളാം കേട്ടോ. സിൽവർ അതെടുത്തോ. ഗൈസ്, ഓറഞ്ച് എൻ്റെ ഓറഞ്ചും മേഘരിലും. ഇത് സിൽവർ ആണോ വൈറ്റ് ആണോ? സിൽവർ ഓണായിക്കോ. സൈഡ് ഉദ്ഘാടനം ചെയ്യും. ഗ്യാസ് ആപ്പിളിന്റെ ലോഗോ ഉണ്ട്. ഇത് മേഘയുടെ സ്വന്തം 70 Pro Max. അതിനൊരു കേസ് ഇട്ട് കേട്ടോ, കൊള്ളാം, മാച്ച് ആവുന്നുണ്ട്. എന്റെ സെലക്ഷൻ എങ്ങനെ ബോറായി പോവോ? ഞാൻ ഹൗ ഡു യു ഫീൽ നൗ? So proud of myself. സർ, നെക്സ്റ്റ് മന്ത് തൊട്ട് EMI അടയ്ക്കേണ്ടതാണ്. പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഫുൾ EMI അല്ലാട്ടോ. എന്നാലും ഞാൻ ഒരുപാടൊന്നും EMI എടുക്കലും ടെൻഷനാവും. ഫസ്റ്റ് ടൈം അല്ലേ പുതിയൊരു ഫോൺ മേടിക്കുന്നത്? അല്ല, വിവോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഐഫോൺ ഫസ്റ്റ് ടൈം. ഐഫോൺ പൊട്ടിക്കണത് ഫസ്റ്റ്, അതുകൊണ്ട് എനിക്ക് പൊട്ടിക്കാറുണ്ടായിരുന്നു. പോയിട്ട് വരാം. ബ്ലൂ വരുമ്പോൾ പറയണേ. ഓക്കെ. ഇനി തരത്തില്ല കേട്ടോ. ഇനി തറയിൽ വെച്ച ചെറിയ ഉറുമ്പരിക്കും. ഇനി രാത്രി തൊട്ട് എന്നെ വിളി തുടങ്ങും. ചേട്ടാ ഇതെങ്ങനെയാട്ടാ ചെയ്യുന്നേ, അതെങ്ങനെയാ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് വിളിക്കല്ലേ. ഡൗട്ട് എന്തുണ്ടെങ്കിലും ഇപ്പൊ ക്ലിയർ ചെയ്തോണം. തരോടെ എനിക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞോട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിട്ട്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തോ ഒരു ഭയങ്കര, ഞാൻ ശരിക്കും 18 ഒക്കെ ഇറങ്ങുമ്പോ എടുക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇതായി. പിന്നെ എന്റെ ബാറ്ററി ബാക്കപ്പ് 75% ആയി. അപ്പൊ ഇനിയും കുറഞ്ഞാൽ ഇനിയിപ്പോ യൂസേജ് ഒരുപാടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും മാറ്റാം. ഇനിയിപ്പോ 18 വരുന്നവരെ ഒരു വർഷം കൂടെ കാക്കണ്ട. 18 ഒക്കെ എടുക്കാൻ വേണ്ടി ഇപ്പഴേ ഐഫോൺ 18 ചിലപ്പോ ഇന്ത്യയിൽ ഇറക്കൂലെന്ന് പറഞ്ഞു. ആണോ? ആരും വന്നോ? അവന്റെ മീം ഉണ്ടായിരുന്നു, എന്തോ മറ്റേ ഐഫോൺ എല്ലാരും മറ്റേ EMI ഇട്ട് എടുത്തിട്ട് അവര് പേ ചെയ്യണല്ലോ, അങ്ങനെ എന്തോ. ഇന്ത്യയിൽ ഇനി പിന്നെ ഇമ്മാര് പൈസ ഒക്കെ ആരടയ്ക്കുന്നത്? 18 ഇന്ത്യയിൽ ഇറക്കൂലെന്ന് പറയുന്നു. വേണ്ട, ദുബായി പോയി എടുത്തിട്ട് വരാമല്ലോ. പുള്ളി അവര് പോലും ചിന്തിച്ചിട്ടില്ല ഐഫോൺ 18 ഇറക്കണമെന്നുള്ള. അപ്പൊ അതിനുമ്പോ വേഗ ചിന്തിച്ച് 18 എടുക്കാം. കൊള്ളാം കേട്ടോ കളർ. ഞാൻ വിചാരിച്ചിട്ട് അത്ര മോശമല്ല, കൊള്ളാം. ശരിക്കും ഫുൾ വൈറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സിൽവർ. പക്ഷേ കൊള്ളാം, ഇത് കൊള്ളാം. സിൽവറും വൈറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ കൊള്ളാം. കുഞ്ഞുമണിനെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് വന്നത്. കരഞ്ഞൊന്നുമില്ലല്ലോ, കുഴപ്പമില്ല. പുള്ളിക്കാരി ഇപ്പം ഓടിക്കളിക്കുന്ന ആയല്ലോ. തൊട്ടിലി കിടന്ന് കമരേണ്ട ഇതായോട്ടോ. തനിയെ കമ്മന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ കമ്മത്തി കിടത്തി തലയൊക്കെ ഇങ്ങനെ പോകും. ഇവള് കൊച്ചു കമരാത്തോണ്ട് ഈ മാസത്തിൽ കമരം എന്ന് പറയുന്നോണ്ട് കൊച്ചിനെ നേരെ കമത്തി കിടത്തും. അല്ല, എന്നിട്ട് കമന്നെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെ കമത്തി കിടത്തണം, ടമ്മി ടൈം കൊടുക്കണം എന്നാണ്. ടമ്മി ടൈം എന്നാണ് പറയുന്നത്. ടമ്മി. ഞാൻ ഇന്നലെ നോക്കണ ചമ്മി എന്നൊക്കെ. നമ്മള് തൊമ്മി എന്നല്ലേ കേട്ടുള്ളൂ. ഇത് ചമ്മി. അങ്ങനെ കുറെ വേർഡ്സ് ഇറങ്ങിയല്ലേ ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് കേൾക്കും, കാരണം നിനക്ക് ഒരുപാട് ചമ്മി ഉണ്ടല്ലോ. ചമ്മി. വിജയ് ചമ്മി കുറഞ്ഞു വന്ന് ഇപ്പൊ 8 കിലോക്ക് അവിടെ കയറ്റിയല്ലോ. ഏത് ചീങ്കണ്ണി ഇറച്ചിക്കല്ലേ കയറ്റിയത്?
ക്രോക്കഡൈലൊക്കെ ട്രൈ സൂപ്പർ സാധനം കൊള്ളാമെന്നല്ലേ? പല്ലിയൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നടാ. ഞാൻ പുഴു ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചു, പിന്നെ ആരും കഴിക്കാനുള്ള, ആർക്കും ട്രൈ ചെയ്യാൻ. കണ്ണാഞ്ചേട്ടൻ എന്നെ വെറുപ്പിച്ച് കളഞ്ഞു. നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യാനല്ലേ തായ്ലൻഡിൽ പോണത്? അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അല്ല ഞാൻ അടുത്ത് എന്തായാലും മുമ്പ് ട്രൈ ചെയ്യും. എന്ന് വെച്ചാൽ എങ്ങനെ അറിയാമോ, ആ സാധനം ഓർഡർ ചെയ്ത് കണ്ണടച്ച് വെച്ചിട്ട് കഴിക്കുക. ചലഞ്ച് തരാം. നിങ്ങൾ ആരും 1000 ഇത് തരാൻ തുടങ്ങി ഞാൻ കഴിച്ചേനെ. 1000 baht. എനിക്ക് പറയാനല്ലോ. 1000 ബാത്ത് ആകെ 1000 baht കൊണ്ടാണ് പോയത്. ആകെ 1000 ബാത്തും കൊണ്ട് 5 ദിവസം അവിടെ നിന്ന്. ആൾക്കാരൊക്കെ കഴിക്കണുണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. കഴിക്കണല്ലടാ. ഞാനും കണ്ടില്ല. അവിടെ ഉള്ള ഒരു വീട്ടിൽ പറഞ്ഞ പല്ലിയെ തന്നെ അങ്ങ് അടിച്ചു കയറ്റി തിന്നു. അല്ല, അവിടെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കണത് ഈ നൂഡിൽസിനകത്ത് ഈ മുട്ട, ചെറിയ ചെറിയ അവരെങ്ങനെ മറ്റേ ഈ ഒരു ചെറിയ റൗണ്ട് കണക്കിരിക്കും. അതിന്റെ അകത്താണ് ബുൾസ് അടിച്ചത്. രാമൻ പോലെ നമ്മൾ പറഞ്ഞില്ലേ, രാമൻ. അതായത് വെള്ളത്തില് മറ്റേ ഈ നൂഡിൽസും മുട്ട, മീന്, ചിക്കനൊക്കെ അങ്ങനെയാണ് ചെറിയൊരു ബൗള് കണക്കുള്ള ഒരു സംഭവത്തിൽ. അത് രാമൻ ഇവിടെ ഉണ്ട്. ഐഫോൺ കോട്ടൊക്കെ ഇട്ടാ വേഗം വന്നേണ്ട. ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിച്ചാട്ടെ, എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒന്നും ഐഫോൺ നോക്കാൻ. അതാണ് ഞാൻ വൈറ്റ് ഇതിട്ട. ഞാൻ അതല്ലേ നോക്കണേ. ഞാൻ ഇന്നലെ മേടിച്ചെന്ന തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ഏതെങ്കിലും ഇടുമായിരിക്കും. നോക്കിയപ്പോ കോട്ട് സ്യൂക്കേസ് ഒക്കെ ഉണ്ട് ബാക്കിൽ. പോകുമ്പോ സ്യൂക്കേസ് ഉണ്ട്. വീട്ടിൽ പറഞ്ഞ വാങ്ങുന്ന കാര്യം. മൊബൈല് മാറ്റണം. അപ്പൊ എന്ത് പറഞ്ഞു? കാരണം ഇത് കൊടുത്തിട്ടാണല്ലോ നമ്മൾ വാങ്ങുന്നത്. എന്റെ അമ്മയടുത്ത് പോയിട്ട് പറയാം 2 ലക്ഷം രൂപയെന്ന് പറയാം ഫോണിന്. ആന്റി അടുത്ത് പറയല്ല, അമ്മൂമ്മേരുടെ അടുത്ത് പറയാം. അയ്യോ വേണ്ട പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. അത് എനിക്ക് പറഞ്ഞോണ്ട് രണ്ടുപേരും നമുക്ക് നോക്കാം. വീട്ടുകാരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മൾ തുറന്നു കൊടുക്കണം. മാം ഇറങ്ങി വരും. മാം വരും, നമുക്ക് വീട്ടുകാരുടെ റിയാക്ഷൻ എടുക്കാം. 2 ലക്ഷം രൂപയുടെ ഫോൺ കൊണ്ടാ വരുന്നേ. 2 ലക്ഷം രൂപ വൈറ്റ് കളർ. 2 ലക്ഷം രൂപ. 180 ആൻറ്റി. 180 വേണേ ഇത് കാണിച്ചു തരാം. ബില്ല് കാണിച്ചു തരാം ആൻറ്റി. 1. അയ്യോ ഇവിടെ പാലോടി ചൊറയും. മേഖലൊന്നും വേണ്ട ഇപ്പൊ. നിങ്ങളിന്ന് സമയത്തിന് വരണ്ടേ? കൊച്ചിന് വിശക്കൂലേ? പാലോടി ചൊറക്കോ ചേട്ടാ. ഓറഞ്ച് വില കുറവായിരുന്നു, വൈറ്റ് വില കൂടുതൽ. അടേ എത്ര രൂപ എടുത്തടാ ബിജോയ് എക്സ്ട്രാ? 1 രൂപ. 1 രൂപ. 1 ലക്ഷം. ഓ നാച്ചുറൽ ആക്ടി അടിക്കാൻ പറഞ്ഞാണ് അവൻ കൊളാക്കി തന്നു. ഗൈസ് അപ്പോൾ അങ്ങനെ മേഘയുടെ ഐഫോൺ 70 Pro Max വാങ്ങിച്ചു. സൂക്ഷിച്ച് കണ്ടൊക്കെ യൂസ് ചെയ്യണം. വിലയുള്ള സാധനമാണ്. ഓക്കെ, എനിക്കറിയാം. ഇഷ്ടപ്പെട്ടോ? തുരുമാതെ ഉറക്കമാണ് കേട്ടോ. വേറെ കരച്ചിലും ബഹളമൊന്നുമില്ല. ഉറക്കം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. ലവ് യു ഓൾ.